ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. 2025 ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും പോസിറ്റീവായ കാഴ്ചപ്പാടുകളാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ പിന്നിൽ കുറച്ച് സത്യങ്ങളുണ്ട്. വരൂ നമുക്ക് ഈ വീഡിയോയിലൂടെ അതെന്താണെന്ന് പരിശോധിക്കാം. നമുക്ക് ഇലക്ട്രിക് കാറുകളുടെ വളർച്ച എത്രത്തോളം മുന്നേറിയിട്ടുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇലക്ട്രിക് കാറുകൾ അതിവേഗം പുരോഗതി കൈവരിച്ചു. 2025 ഇന്ത്യയിലും ലോകത്തിലും പ്രധാന ബ്രാൻഡുകൾ ഇലക്ട്രിക് മോഡലുകൾ സജ്ജമാക്കിക്കൊണ്ടിരുന്നു. ടാറ്റ, മഹീന്ദ്ര, MG, കിയ, ഹുണ്ടായി, ടെസ്ല തുടങ്ങിയ പല കമ്പനികളും വിപണിയിൽ തങ്ങളുടെ EV മോഡലുകൾ അവതരിപ്പിച്ചു. പെട്രോൾ, ഡീസൽ വില ഉയരുന്നതുകൊണ്ട് ഇലക്ട്രിക് കാറുകൾക്കായുള്ള ആവശ്യക്കാർ കൂടി വരികയാണ്. ഇനി യൂസസ് ഓഫ് ഇലക്ട്രിക് കാർസ്. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്. കുറഞ്ഞ ഓപ്പറേറ്റിംഗ് ചെലവ്, ചാർജ് ചെയ്യുന്നത് പെട്രോളിനേക്കാൾ വളരെ കുറവാണ്. പരിസ്ഥിതി സൗഹൃദം, കാർബൺ എമിഷൻ ഇല്ലാത്ത മൂലം ശുദ്ധമായ അന്തരീക്ഷം ലഭിക്കും. മെയിൻ്റെനൻസ് കുറവാണ്, എൻജിൻ ഓയിൽ, ക്ലച്ച്, ഗിയർ എന്നിവയില്ല, അതിനാൽ നിലനിർത്താൻ ചെലവ് വളരെ കുറവാണ്. സർവീസ് ഇൻ്റർവെൽ നീളം, ഏത് പെട്രോൾ കാറിനേക്കാളും കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇവയെല്ലാം തന്നെ ചിന്തിച്ചാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റായി EV വളരെ മികച്ചതാണ്. പോസിറ്റീവാണെന്ന് മാത്രം പറയാൻ പറ്റില്ല, ചില കുഴപ്പങ്ങളുമുണ്ട്. ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. എല്ലാ പ്രദേശങ്ങളിലും ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഇല്ല. റേഞ്ച്, ഒരു ചാർജർ എത്ര ദൂരം പോകും എന്നതിൻ്റെ ആശങ്ക പലർക്കുമുണ്ട്. ബാറ്ററി വിലയും ലൈഫ് സ്പാനും, EV കാറിൻ്റെ ബാറ്ററി മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ ചിലവ് വളരെയധികം കൂടുതലായിരിക്കും. ചാർജിങ് ടൈം, പെട്ടെന്ന് പൂർണ്ണമായും ചാർജ് ആകുന്നില്ല എന്നതിൻ്റെ ചിലർക്ക് ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ ഗവൺമെൻറ് നിത്യേന ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുകയും ടെക്നോളജി പുരോഗമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. EV കാറുകളുടെ പല മോഡലുകളും 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ലഭ്യമാണ്. ടാറ്റ നെക്സോൺ EV, MGയുടെ ZS EV, മഹീന്ദ്രയുടെ XUV 400 പോലുള്ള മോഡലുകൾ വിലക്കുറവിൽ മികച്ച മൈലേജ് തരുന്നവയാണ്. സബ്സിഡി, റോഡ് ടാക്സ് ഒഴിവാക്കൽ, ലോൺ സൗകര്യങ്ങൾ തുടങ്ങി സർക്കാർ നൽകുന്ന പ്രോത്സാഹനങ്ങൾ EV വാഹനങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ സ്ഥിരമായി സിറ്റി ഉപയോഗത്തിനായി കാർ തിരയുന്നവനാണെങ്കിൽ EV ഒരുപാട് യൂസ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് വളരെ കൂടുതലാണെങ്കിൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലുകൾ കൂടി പരിഗണിക്കാവുന്നതാണ്. കാറുകൾ 2025 വാങ്ങാൻ പ്രാക്ടിക്കലാണോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങളുടെ കാർ ഉപയോഗം പോലെ ഇരിക്കും. ഡെയിലി കമ്മ്യൂട്ടിംഗ്, ചെലവ് കുറവ്, പരിസ്ഥിതി മാന്യത എന്നിവയെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ EV ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.